ഹലോ, എല്ലാ വിദ്യാർത്ഥികളെയും സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് എന്നിവ പഠിച്ചു ഇല്ലേ? നമ്മൾ അതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ നോട്ട് എഴുതുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം സംസാരിച്ചതാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രക്രിയ. നമുക്കറിയാം, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലം ഗ്രൂപ്പ് എക്സ്പീരിയൻസിലൂടെ അല്ലേ, സൊല്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രോബ്ലം ത്രൂ ഗ്രൂപ്പ് എക്സ്പീരിയൻസസ് അല്ലേ, ഗ്രൂപ്പ് എക്സ്പീരിയൻസസിലൂടെ ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലം പരിഹരിക്കുന്നു. ഗ്രൂപ്പ് അനുഭവങ്ങളിൽ, സംഘാനുഭവങ്ങളിലൂടെ വ്യക്തികളുടെ പ്രശ്നം പരിഹരിക്കുന്നു. പലതരത്തിലുള്ള പ്രോഗ്രാം ചെയ്തിട്ട് ആ പ്രോഗ്രാമിൽ മെമ്പേഴ്സൊക്കെ നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്യണം. അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? മെമ്പേഴ്സിന് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നു. ആ എക്സ്പീരിയൻസസ് അവരുടെ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്കായി ഗ്രൂപ്പ് വർക്കർ സഹായിക്കുന്നു ഇല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 സെഷനെ കൊണ്ട് അവസാനിക്കുന്ന ഒരു സംഭവമല്ല. മറിച്ച് ഇതിനെന്തുണ്ട്? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. നമ്മൾ കേസ് വർക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? കേസ് വർക്കിൻ്റെ സ്റ്റേജസ്, പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് സ്റ്റഡി, ഡയഗ്നോസിസ് അല്ലേ, ട്രീറ്റ്മെൻറ്റ്, ഇവാലുവേഷൻ, ടെർമിനേഷൻ, ഫോളോ അപ്പ് എന്നിങ്ങനെ പഠിച്ചില്ലേ? അതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് ഗ്രൂപ്പ് വർക്ക് പ്രക്രിയയും കടന്നു പോകുന്നത് അല്ലേ? ഗ്രൂപ്പ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ വേരിയസ് സക്സസീവ് ആൻഡ് ലോജിക്കൽ ഫേസസ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫേസസിലൂടെയാണ് ഗ്രൂപ്പ് വർക്ക് കടന്നു പോകുന്നത്. അതിലെന്താണ്? ഈച്ച് ഫേസ് വിത്ത് ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് മസ്റ്റ് ബി സക്സസ്ഫുള്ളി അക്കംപ്ലിഷ്ഡ് ഫോർ ഫുൾഫില്ലിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രൂപ്പ് വർക്ക്. ഈ ഓരോരോ ഫേസും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അതിൻ്റെതായ സ്വഭാവമുണ്ട്. ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഗ്രൂപ്പ് വർക്കിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതായത് വ്യക്തികളുടെ പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് വർക്ക് പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ? വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ്, ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൽ പല ഘട്ടങ്ങളുണ്ടാവും. നമ്മൾ കേസ് വർക്കിൽ സ്റ്റഡി, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് എന്നതുപോലെ ഈ ഗ്രൂപ്പ് വർക്കിനും എന്തുണ്ട്? വിവിധ സ്റ്റേജസ്, ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഘട്ടങ്ങൾ പഠിച്ചാൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സും പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രക്രിയയിൽ, ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിൽ. ഈ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തത് പ്രശസ്ത പ്രൊഫഷണൽ സോഷ്യൽ വർക്കറായ BW ടക്മാൻ ആണ് അല്ലേ? അക്കോർഡിംഗ് ടു BW ടക്മാൻ, ദർ ആർ 4 ഫേസസ് ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. എന്തൊക്കെയാണ്? ഫോമിംഗ് ഫേസ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, എല്ലാവരും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ഫോമിംഗ് ഫേസ്, നോമിംഗ് ഫേസ്, പെർഫോമിംഗ് ഫേസ് ആൻഡ് റിഫോമിംഗ് ഓർ ഡിസോൾവിംഗ് ഫേസ് അല്ലേ? ഫോമിംഗ് ഫേസ് സംഘരൂപീകരണ ഘട്ടം. നോമിംഗ് ഫേസ് മാനദണ്ഡ രൂപീകരണ ഘട്ടം. 3 പെർഫോമിംഗ് ഫേസ് അവതരണ ഘട്ടം. ലാസ്റ്റ് റിഫോമിംഗ് ഓർ ഡിസോൾവിംഗ് ഫേസ് പുനർനിർമ്മാണ ഘട്ടം അല്ലെങ്കിൽ പിരിച്ചുവിട ഘട്ടം. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള 4 ഘട്ടങ്ങളിലൂടെയാണ് ഗ്രൂപ്പ് വർക്ക് പ്രോസസ്, ഗ്രൂപ്പ് വർക്ക് പ്രക്രിയ കടന്നു പോകുന്നത്. നമുക്ക് ഓരോരോ ഘട്ടവും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 1 സംഘരൂപീകരണ ഘട്ടം അല്ലേ? ഫോമിംഗ് ഫേസ് എന്ന് പറഞ്ഞു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇതാണ് ഗ്രൂപ്പ് വർക്കിന്റെ ആദ്യത്തെ ഘട്ടം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞോ. ദിസ് ഫേസ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ ഗ്രൂപ്പ്. ഇവിടെ നടത്തുന്ന ഗ്രൂപ്പിനെ ആദ്യം ഫോം ചെയ്യണം, ഗ്രൂപ്പിനെ രൂപീകരിക്കണം അല്ലേ? അതിനുശേഷം എന്താണ്? ഡിസൈഡിങ് ദ പർപ്പസ് ഓഫ് ദ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കണം. 3 സെലക്ഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ മെമ്പേഴ്സ് അല്ലേ? ഇതിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. പിന്നെ ഇൻഡക്റ്റിംഗ് ദം ടു ദ ഗ്രൂപ്പ്. ഈ തിരഞ്ഞെടുത്ത മെമ്പേഴ്സിനെ, അംഗങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തണം. പിന്നെന്താണ്? ഒരു പരസ്പര ധാരണ.
കോൺട്രാക്റ്റിംഗ് അല്ലേ, ഗ്രൂപ്പ് വർക്കറും മെമ്പേഴ്സ് തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കണം. പിന്നെ സെറ്റിംഗ് ദ എൻവയോൺമെന്റ് ഫോർ ദ ഗ്രൂപ്പ് വർക്ക് അല്ലേ, എന്താണ് ഈ ഗ്രൂപ്പിന്റെ ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം, സിറ്റുവേഷൻസ് അല്ലെ, എന്താ സാഹചര്യം, പല സാധന സാമഗ്രികൾക്ക് ഉണ്ട് ഏജൻസിയിൽ, പല കാര്യങ്ങൾക്ക് ഉണ്ടാവണം. ആ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി സജ്ജമാക്കുക. അതാണ് സെറ്റിംഗ് ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ് വർക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ബിയാസ്, ശരത്ത്, സോമു അല്ലെ തുടങ്ങിയ ഒരു ക്ലാസ്സിലെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രശ്നം പറഞ്ഞത്? അവര് ടീച്ചർ സെമിനാർ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് സെമിനാർ പ്രസന്റ് ചെയ്യുന്നില്ല. കാരണം അന്വേഷിക്കുന്ന സമയത്ത് എന്താണ്, അവർക്ക് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റനിങ് അല്ലെ, സഭാകമ്പം, പേടി, മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നതിൽ പേടി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ അതന്നെ ആ എക്സാമ്പിൾ നമുക്ക് ഇവിടെ എത്തിയാൽ എന്താ അങ്ങനെയാണ് കാണാം. ഒന്നെന്താണ് ഡിസൈഡിങ് ദി പർപ്പസ് ഓഫ് ദ ഗ്രൂപ്പ്. ഒന്ന് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആദ്യമാക്കണം. ഇവിടെ എന്താണ് ഉദ്ദേശം? സ്റ്റേജ് ഫ്രൈറ്റനിങ് അല്ലെ, 3 കുട്ടികളുടെ അല്ലെ ഒരു ക്ലാസ്സിൽ, ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലെ 3 കുട്ടികൾക്ക് സഭാകമ്പ പ്രശ്നം പരിഹരിക്കണം. 3 കുട്ടികൾ മാത്രം മതിയോ? അല്ല. പിന്നെന്താണ്, മറ്റ് മെമ്പേഴ്സിനെ കൂടി സെലക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞു എന്താണ്, ക്ലാസ് ടീച്ചർ ഈ കാര്യം സോഷ്യൽ ടീച്ചറോട് പറഞ്ഞു, സോഷ്യൽ വർക്കർ ഇത് പ്രിൻസിപ്പാളായി സംസാരിച്ചു. അപ്പൊ മറ്റു ക്ലാസ്സിലും ഇതുപോലുള്ള കുട്ടികൾ ഉണ്ടെന്ന് കണ്ടെത്തി അവരെയും കൂടെ ഒരു 13 കുട്ടികളെ കൂടി, ഇതേ പ്രശ്നമില്ല അല്ലെ, സഭാകമ്പമില്ല, സ്റ്റേജ് ഫ്രൈറ്റനിങ് ഉള്ള മറ്റ് 13 പേരും ഈ സോമും ബിയാസും കൂട്ടരും കൂടെ എല്ലാം ആയിട്ട് 16 പേരുടെ സെലക്ഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ മെമ്പേഴ്സ്, അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. ആദ്യം ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുക. 2 അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. അംഗങ്ങളെ തിരഞ്ഞെടുത്തു അല്ലെ, 16 പേരുണ്ടായി. പിന്നെന്താകണം, അവരെ തമ്മിൽ പരിചയപ്പെടുത്തുക. ഇൻഡക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുക എന്നർത്ഥം. ഇൻഡക്റ്റിംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് വിത്ത് അതർ മെമ്പേഴ്സ്, ഇൻഡക്റ്റിംഗ് ദം ടു ദ ഗ്രൂപ്പ്. അവരെ പരസ്പരം പരിചയപ്പെടുത്തുക. ഗ്രൂപ്പ് മെമ്പേഴ്സും അവരെ പരിചയപ്പെടുക, മെമ്പേഴ്സ് തമ്മിൽ പരിചയപ്പെടുക. ഇതാണ് പരിചയപ്പെടലാണ് മൂന്നാമത്. പിന്നെന്താണ്, ഒരു ധാരണ ഉണ്ടാവണം അല്ലെ, എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യേണ്ടത് അല്ലെ, ഇത് എത്ര ദിവസത്തെ പ്രോഗ്രാമാണ് അല്ലെ, വെറുതെ ഒരു കടയിൽ പോകുന്ന മാതിരി വെറുതെ ആണോ? അല്ല, പരസ്പര ധാരണ ഉണ്ടാവണം അല്ലെ, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവണം, അവരുടെ എന്തൊക്കെ ചിട്ടവട്ടങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ, ഒരു കോൺട്രാക്റ്റിംഗ് അവിടെ ഉണ്ടാവണം. പിന്നീട് ആ കോൺട്രാക്റ്റിംഗ് ഒക്കെ ഉണ്ടായാൽ എവിടെയാണ് പരിപാടി, വേദി നിശ്ചയിക്കണം, സമയം നിശ്ചയിക്കണം, ശനിയാഴ്ചയാണോ, ക്ലാസ് സമയം കഴിഞ്ഞിട്ടാണോ, വൈകുന്നേരങ്ങളാണോ, എങ്ങനെയുള്ള എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ ഘട്ടം, രൂപീകരണ ഘട്ടം, സംഘരൂപീകരണ ഘട്ടം. ഇതിൽ എന്തൊക്കെയാണ്? ഗ്രൂപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക, പിന്നെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക, അംഗങ്ങളുടെ അല്ലെ പരസ്പരം പരിചയപ്പെടുത്തുക, പരിപാടിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക, പരിപാടി എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിന് വേണ്ടിയിട്ട്, ശരിയായി കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഫേസ് സംഘരൂപീകരണ ഘട്ടം അഥവാ ഫോമിംഗ് ഫേസ്. ഇനി നമുക്ക് സംഘം രൂപീകരിച്ചു, ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കണ്ടെത്തി, സാഹചര്യം അല്ലെ എവിടെയാണ് പരിപാടി, എൻവയോൺമെന്റ് ഒക്കെ സെറ്റ് ചെയ്തു. രണ്ടാമത്തെ ഘട്ടം എന്താണ്? മാനദണ്ഡ രൂപീകരണ ഘട്ടം, നോമിംഗ് ഫേസ് അല്ലെ, നോമിംഗ് അല്ലെ, ഒരു നിയമങ്ങൾ അവിടെ എന്താ, വെറുതെ ഒരു എന്താ പറയേണ്ടത്, ഗ്രൗണ്ടിലേക്ക് പോകുന്ന പോലെയല്ല, അവിടെ എന്തുണ്ട്, ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവണം അല്ലെ. ഫസ്റ്റിൽ അതിലെന്തെല്ലാം നമുക്ക് നോക്കാം. വൺസ് ദ ഗ്രൂപ്പ് ഈസ് ഫോംഡ് ആൻഡ് ദ മെമ്പേഴ്സ് ഇൻഡക്റ്റഡ്, ദ നോമിംഗ് ഫേസ് ബിഗിൻസ്. ഗ്രൂപ്പ് ഫോം ചെയ്യുകയും സംഘം രൂപീകരിക്കുകയും മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും, അവർ പരസ്പരം ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാക്കിയാൽ രണ്ടാമത്തെ സ്റ്റേജായ നോമിംഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ എന്താണ് നടത്തുന്നത്? ഇൻ ദിസ് ഫേസ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഡിറൈവ്ഡ് ഫ്രം ദ പർപ്പസ് ആർ സെറ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇവരുടെ പ്രശ്നം, ബിയാസൻ കൂട്ടുകാരുടെ പ്രശ്നം അവരുടെ സ്റ്റേജ് ഫ്രൈറ്റിംഗ് ആണ് അല്ലെ, സഭാകമ്പം. അതിലേക്ക് വേണ്ടിയിട്ട് മറ്റ് പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. എന്തൊക്കെയാണ് മറ്റ് പരിപാടികൾ അല്ലെ, അതിലേക്ക് ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടെ വേണം. ഉദാഹരണത്തിന് അവരുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കേണ്ടി വരും, അവരുടെ നേതൃത്വ രൂപീകരണം, അവർക്ക് ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ ഒരു ചർച്ചകളെല്ലാം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ച് അല്ലെ, ഒരു ചർച്ചാ ക്ലാസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് അവരിൽ ഡെവലപ്പ് ചെയ്യേണ്ടി വരും അല്ലേ. അതുപോലെ സംസാരം, കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കൽ എങ്ങനെ അല്ലേ, വളരെ ചില കുട്ടികളുണ്ട് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ, ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള
പിന്നീടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് അല്ലെ ഉപലക്ഷ്യങ്ങൾ ഒക്കെ നമുക്ക് കണ്ടെത്തുക. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വളരെ സിസ്റ്റമാറ്റിക്കായി നടത്തുന്നതാണ് അല്ലേ. പിന്നെ അതിനെന്തുണ്ടാവണം, ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവണം, ചില നിയമാവലികൾ ഉണ്ടാവണം ഇല്ലേ. ചില സമയക്രമം നമ്മൾ ഈ NSS ക്യാമ്പിലൊക്കെ പോയാൽ നമുക്ക് കാണാം അല്ലേ. രാവിലെ പിന്നെ എഴുന്നേൽക്കാനൊക്കെ പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് തന്നെ എഴുന്നേൽക്കണം. ഉച്ചഭക്ഷണത്തിന് വരെ സമയമുണ്ട്. ഡ്രസ്സിൻ്റെ നമ്മൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് യൂണിഫോം ഉണ്ട്, നമുക്ക് വെറുതെ ഇങ്ങനെ കയറാൻ പറ്റുമോ, യൂണിഫോം ഉണ്ടാവും, എക്സാമിനേഷൻ ഉണ്ടാവും. ഇതൊക്കെ അംഗങ്ങളുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഗ്രൂപ്പിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഓൾ ദ മെമ്പേഴ്സ് ഹാവ് ടു ഫോളോ സം റൂൾസ് അല്ലേ. അതിനെ നമുക്ക് നോംസ് എന്ന് പറയാം അല്ലെ. നിയമങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ലീഡേഴ്സ് അല്ലേ. ഇപ്പോൾ 16 കുട്ടികളെയാണ് നമ്മൾ ഈ സഭാകമ്പം എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതിന് എന്താക്കാം, അംഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ ബിയാസിനെ ലീഡറാക്കി. സമയക്രമം ഇത്ര വരെയാണ്, 10 മണി മുതൽ 1 മണി വരെയാണ് അല്ലേ. വരുന്ന സമയത്ത് അവർ ഇന്ന രീതിയിലുള്ള ഡ്രസ്സാണ് എടുക്കേണ്ടത്, ഭക്ഷണം കൊണ്ടുവരണം, ഇന്റർവെൽ ഈ സമയത്താണ്, പുറത്തിറങ്ങുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ പിന്നെ ഏതൊരു പ്രോഗ്രാമിലും ഏതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയാലും, നമ്മൾ കുടുംബശ്രീയിലായാലും നമുക്കറിയാം അവിടെ എന്തുണ്ട്, വെറുതെ മെമ്പേഴ്സിന് ഇങ്ങനെ വന്നാൽ മതിയാ, ഇല്ല. അവിടെ പിന്നെ കുടുംബശ്രീയിൽ പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, ആഴ്ചയിൽ ഇന്ന സമയം മീറ്റിങ്ങിന് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഫൈൻ ഉണ്ടാവും. അപ്പോൾ ഏതൊരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവണം, ചില നിയമാവലികൾ, ചില നോംസ് ഉണ്ടാവും, റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ ഘട്ടം. എന്താണ് പറഞ്ഞത്, നോമിംഗ് ഫേസ് ഇല്ലേ. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ഒന്ന് അംഗങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രവർത്തന ലക്ഷ്യങ്ങൾ, പ്രധാന ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പ്രവർത്തന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. അതുപോലെ തന്നെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അത് അംഗങ്ങളുമായിട്ട് ചേർന്നാണ്, ഗ്രൂപ്പിലൂടെ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കലല്ല, അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് അവരെ ഗ്രൂപ്പ് വളരെ സ്മൂത്തായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, ചില പിന്നെ ടൈം ടേബിളുകൾ, ഹാജർ പരിശോധിക്കുക അല്ലേ, ഹാജർ പരിശോധിക്കുക, ടൈമിങ് കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം, അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ, ഡ്രസ് കോഡ്, ഇതൊക്കെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ അല്ലേ അവിടെ സെറ്റ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ഘട്ടം, നോമിംഗ് ഫേസ്. ഒന്നാമത്തെ ഘട്ടം ഫോമിംഗ് ഫേസ്, സംഘരൂപീകരണ ഘട്ടം. അതിന് നമ്മൾ സംഘം രൂപീകരിച്ചു, പിന്നെ അംഗങ്ങളെ തിരഞ്ഞെടുത്തു, അംഗങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു, പിന്നെ ഗ്രൂപ്പ് സെറ്റ് ചെയ്തു, ഇതൊക്കെ പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ ഘട്ടം ആ അംഗങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചെയ്തു. ഇനി നമ്മൾ എന്താക്കണം, അവതരണ ഘട്ടം. നമ്മൾ രണ്ടെല്ലാം ക്ലിയർ ആയി. ഇനി നമ്മൾ നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ അല്ലെ, അവരുടെ പ്രശ്ന പരിഹാരത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിശ്ചയിച്ച പ്രോഗ്രാംസ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. നമുക്ക് എന്താ പറയുക, ഇതൊരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജാണ്. ദിസ് ഈസ് ആൻ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ്. The previously planned programs and activities will be implemented during this phase. നമ്മൾ നേരത്തെ രൂപീകരിച്ച പ്രോഗ്രാംസ് അപ്ലൈ ചെയ്യണം. എന്താണ് നമ്മൾ ഇവരുടെ പ്രശ്നം, എന്താണ് വിയാസൻ ടീമിന്റെ സ്റ്റേജ് ഫ്രൈറ്റനിങ്, സഭാകമ്പം. അതിനുവേണ്ടി നമ്മൾ പല പ്രോഗ്രാംസ് നമ്മൾ പല പ്രോഗ്രാംസ് നമ്മൾ ആസൂത്രണം ചെയ്തു. എന്തൊക്കെയാണ്, ഗ്രൂപ്പ് ഗെയിംസ് ആദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് എന്താക്കി, പിന്നെ നാടകങ്ങൾ, സ്കിറ്റുകൾ അല്ലേ, മോണോ ആക്റ്റുകൾ, തെരുവ് നാടകങ്ങൾ, ചർച്ചകൾ, ഡിബേറ്റ് അല്ലേ, സംവാദം, അങ്ങനെയുള്ള സംഘഗാനങ്ങൾ അല്ലേ, അത് ക്രിയേറ്റീവ് റൈറ്റിംഗ് പ്രോഗ്രാംസ് ഇല്ലേ, തിരക്കഥ എഴുതുക, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മൾ നിശ്ചയിച്ചു. അത് അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രോഗ്രാംസും ആക്ടിവിറ്റീസും ഇംപ്ലിമെന്റിങ് ചെയ്യുന്നു. The previously planned programs and activities will be implemented during this phase. എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞല്ലേ, എന്തൊക്കെ നേരത്തെ പറഞ്ഞു അല്ലേ, പിന്നെ പലതരത്തിലുള്ള നാടകങ്ങൾ, സ്കിറ്റുകൾ, ഇതൊക്കെ അത് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, പല വിഷയങ്ങൾ കൊടുക്കുന്നു അല്ലേ, അതിൽ അവർ പ്രവർത്തിക്കണം. അപ്പം നമ്മൾ എന്താണ് ചെയ്യണം, ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞില്ലേ അല്ലേ, പ്രോഗ്രസീവ് പ്രോഗ്രാം പ്ലാനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് പ്രോഗ്രസീവ് പ്രോഗ്രാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, അതായത് കെയർ ഈസ് ടേക്കൺ ടു ഓർഗനൈസ് ദ പ്രോഗ്രാംസ് ഇൻ എ പ്രോഗ്രസീവ് മാനർ. അതിന് തന്നെ വളരെ ടഫായിട്ടുള്ള പ്രോഗ്രാം കൊടുക്കാൻ പാടില്ല, ഇല്ല. മെമ്പേഴ്സിന്റെ എബിലിറ്റി, കപ്പാസിറ്റിക്കും ഇൻട്രസ്റ്റിനും അനുസരിച്ച് ഒരു സിമ്പിൾ ടു കോംപ്ലക്സ്, ആദ്യം ലളിതമായിട്ടുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള, പിന്നീട് പ്രോഗ്രാം അവരുടെ ബന്ധം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, അവരുടെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് വേണം
പ്രോഗ്രാമിൻ്റെ പിന്നെ സീരീസിലേക്ക് കുറച്ചും കൂടെ ടഫായിട്ടുള്ള പ്രോഗ്രാംസ് കൊടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൽ തന്നെ അവർക്ക് മടുപ്പുണ്ടാവും അല്ലേ. അപ്പോൾ കെയർ ഈസ് ഷുഡ് ബി ടേക്കൺ ടു ഓർഗനൈസ് ദ പ്രോഗ്രാം ഇൻ എ പ്രോഗ്രസീവ് മാനർ. പിന്നെന്താണ് പറയുന്നത്, പാർട്ടിസിപ്പേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. എല്ലാ മെമ്പേഴ്സും ഗ്രൂപ്പാന്നല്ലേ, ചില ആൾക്കാർ ഇങ്ങനെ മാറി നിൽക്കും, അതൊന്നും പാടില്ല. ഇത് പക്കാ നമുക്ക് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ എന്താണ്, ഗ്രൂപ്പ് വർക്ക് ഷുഡ് എൻഷുവർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ മെമ്പേഴ്സ് ഇൻ ദി പ്രോഗ്രാം അല്ലേ. ഇവര് പിന്നെ എല്ലാ മെമ്പേഴ്സും ഇതിൽ ആക്റ്റീവായിട്ട്, പാസീവ് പാർട്ടിസിപ്പേഷൻ ആണോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണോ, ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളത് ഗ്രൂപ്പ് വർക്കർ ഉറപ്പ് വരുത്തണം. എല്ലാ പ്രോഗ്രാമിലും എല്ലാവരും എങ്ങനെ ടു ഗെയിൻ എക്സ്പീരിയൻസസ് ആൻഡ് ഫുൾഫിൽ ദ നീഡ്സ്. അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം, അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് അവർ ഉറപ്പ് വരുത്തണം. അത് ഗ്രൂപ്പ് വർക്കറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഗൈഡഡ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ, നേരത്തെ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ. ദ ഗ്രൂപ്പ് വർക്കർ ഷുഡ് ഗൈഡ് ദ ഇന്ററാക്ഷൻ ഓഫ് ഈച്ച് മെമ്പർ. എല്ലാവരെയും മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് പരമാവധി മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ പരമാവധി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, അനുഭവങ്ങൾ കിട്ടുള്ളൂ, എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എക്സ്പീരിയൻസ് കിട്ടാലേ അവരുടെ പ്രശ്നം പരിഹരിക്കുള്ളൂ, അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ബിയാസിനും കൂട്ടുകാർക്കും സഭാകമ്പം, സ്റ്റേജ് ഫ്രൈറ്റനിങ് മാറുള്ളൂ, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, ആൽക്കഹോളിക് പ്രോബ്ലം പരിഹരിക്കുള്ളൂ അല്ലേ. ഇതങ്ങനെ ഗ്രൂപ്പ് വർക്കർ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കണം. പിന്നെന്താണ്, പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ആഫ്റ്റർ ദ ഈച്ച് പ്രോഗ്രാം എ പാർട്ടിസിപ്പേറ്ററി ഇവാലുവേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ആൻഡ് റിക്വയർഡ് കറക്ഷൻ വിൽ ബി എഫക്റ്റഡ് ഇൻ ദി സക്സീഡിങ് പ്രോഗ്രാംസ് അല്ലേ. ഓരോരോ പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനം ചെയ്യണം. ഒരു പാർട്ടിസിപ്പേറ്ററി വർക്കർ എല്ലാവരും കൂടി ഒരു പരിപാടി കഴിഞ്ഞു അല്ലെ, ഒരു നാടകം കഴിഞ്ഞു, അതിനുശേഷം ഒന്ന് വട്ടത്തിലിരിക്കുക, എന്നിട്ട് എന്താക്കണം, അതിനെ കുറിച്ചിട്ട് ഒരു വിലയിരുത്തൽ നടത്തണം, ഒരു ഇവാലുവേഷൻ നടത്തണം. എന്തൊക്കെയുണ്ട്, രസകരമാണോ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനോ, എന്താ പ്രശ്നം അല്ലേ. അപ്പോൾ അവസാനം എന്താ പറയുക, ആ പ്രശ്നമില്ല, ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം എന്ന് പറയും അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഒരു ബൂസ്റ്റപ്പ് ചെയ്യുന്നു മെമ്പേഴ്സിന് അല്ലെ. ഒരു പാർട്ടിസിപ്പേറ്ററി ഇവാലുവേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഫോർ ആഫ്റ്റർ ഈച്ച് പ്രോഗ്രാം. ഓരോ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവരൊരു സംയോജിതമായിട്ടൊരു മീറ്റിംഗ് നടത്തുക, വിലയിരുത്തുക, എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത പ്രോഗ്രാമിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക അല്ലേ. ഒരാളുടെ തെറ്റ് പോസിറ്റീവായി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൈയടിക്കുകയും ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക ആൾക്കാരെ. ഓക്കെ, അപ്പോൾ അവർ എന്താവും, അവർക്ക് അടുത്ത പ്രോഗ്രാമിൽ അവർക്ക് ഒരു ബൂസ്റ്റപ്പ് അവർക്ക് ഉണ്ടാവും അല്ലെ, ഒരു എനർജി അവർക്ക് ഉണ്ടാവും. ഇതിനെക്കാട്ടി മുൻപിൽ അടുത്ത് നമുക്ക് മെച്ചപ്പെടുത്തണം ഒക്കെ പറഞ്ഞാൽ അവരതിലേക്ക് ഇതാവും. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ പെർഫോമിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ. കാരണം ഇതിലൂടെയാണ് എക്സ്പീരിയൻസ് കിട്ടുന്നത്, എക്സ്പീരിയൻസിലൂടെ അവർ പ്രശ്നം വരിക. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഗ്രൂപ്പ് വർക്കർക്ക് വളരെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഈ മൂന്നാമത്തെ ഘട്ടം. അപ്പോൾ ഇത് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും അല്ലേ. അതെങ്ങനെയാണ് തെളിയേണ്ടത്, ലാസ്റ്റ് ഫേസിലാണ്, റിഫോമിംഗ് ഓർ ഡിസോൾവിംഗ് ഫേസ്, പുനർരൂപീകരണ ഘട്ടം അല്ലെങ്കിൽ പിരിച്ചുവിട ഘട്ടം. ഇവിടെ രണ്ട് രീതിയിലേക്ക് പോകാം. ഈ ഘട്ടം നമ്മൾ കേസ് വർക്കിന്റെ ടെർമിനേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, കേസ് വർക്കിൽ ടെർമിനേഷൻ സ്റ്റേജ് എന്നുള്ള ഒരു സ്റ്റേജ് പറഞ്ഞു അല്ലേ. കേസ് വർക്കിന് ഗ്രൂപ്പ് ക്ലയന്റ് നമ്മളെ പ്രശ്നം പരിഹരിച്ചാൽ ടെർമിനേറ്റ് ചെയ്യണം, അവിടെ അവസാനിപ്പിക്കണം. അതുപോലുള്ള ഒരു ഘട്ടമാണ് റിഫോമിംഗ് ഓർ ഡിസോൾവിംഗ് ഫേസ് അല്ലേ. അത് ആഫ്റ്റർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ പ്രോഗ്രാം, പെർഫോമിംഗ് ഫേസ് അല്ലേ. പെർഫോമിംഗ് ഫേസ് സക്സസ്ഫുൾ ആയി പറഞ്ഞു, പെർഫോമിംഗ് ഫേസ് സക്സസ്ഫുൾ ആയി ചെയ്താൽ വി മൂവ് ഓൺ ടു ദ റിഫോമിംഗ് ഓർ ഡിസോൾവിംഗ് ഫേസ്. ഈ റിഫോമിംഗ് ഓർ ഡിസോൾവിംഗ് ഫേസിലേക്ക് നമ്മൾ കടക്കുന്നു അല്ലേ. ഒന്നുകിൽ പുനർനിർമ്മിക്കപ്പെടണം, ഗ്രൂപ്പ് പുനർരൂപീകരിക്കണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് പിരിച്ചുവിടണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു എൻഡ് സ്റ്റേജാണ്, ലാസ്റ്റ് സ്റ്റേജാണ്, ഇറ്റ്സ് എ ടെർമിനേഷൻ സ്റ്റേജ് എന്ന് പറയാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് വർക്കറും മെമ്പേഴ്സും കൂടി ഇരുന്നിട്ട് പ്രോഗ്രാമിൻ്റെ അവസാനം ഒരു മീറ്റിംഗ്, ഒരു ഇവാലുവേഷൻ, പാർട്ടിസിപ്പേറ്ററി ജനറൽ ഇവാലുവേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ബൈ ദ വർക്കർ ബൈ യൂസിങ് സം സയൻറ്റിഫിക് ടൂൾസ് അല്ലേ. ചില ശാസ്ത്രീയപരമായിട്ടുള്ള രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വിജയിച്ചിട്ടുണ്ടോ അല്ലേ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നു. വെദർ ഓൾ ദ മെമ്പേഴ്സ് ആർ അച്ചീവ്ഡ് ദ ഗോൾ, വെദർ ഓൾ ദ മെമ്പേഴ്സ് ആർ സാറ്റിസ്ഫൈഡ് ഓർ ഫുൾഫിൽഡ് വിത്ത് ദി പ്രോഗ്രാം അല്ലേ. അവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ, അവർ സംതൃപ്തി അടഞ്ഞിട്ടുണ്ടോ, അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ. ബിയാസിൻ്റെയും കൂട്ടുകാരുടെയും സഭാകമ്പം അല്ലേ, സ്റ്റേജ് സെമിനാർ. ഇനി അവർ അടുത്ത ക്ലാസ് മുതൽ അവർ സെമിനാർ അവതരിപ്പിക്കാൻ ആദ്യം തന്നെ പോയി അവതരിപ്പിക്കുമോ
അല്ലേ? അത് അവർ വിജയിച്ചോ? നമ്മൾ ഇത്രയും ഒരുപാട് പ്രവർത്തനം ചെയ്തു അല്ലേ? സംഘഗാനം, നാടകം, മോണോ ആക്ട്, പിന്നെ ചർച്ച, ഡിബേറ്റ്, എന്തെല്ലാം പ്രശ്നം, ഇതൊക്കെ ചെയ്ത് അവസാനം അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്ന് പങ്കാളിത്തത്തോട് കൂടിയിട്ട് അല്ലേ, രണ്ടുപേർ പങ്കാളിത്തത്തോട് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നാലോ അല്ലേ, വെദർ ഓൾ ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് ഓർ നോട്ട്. ഇത് അവർ പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ഇവാലുവേഷൻ ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഗോൾസ് വെർ നോട്ട് ഫുള്ളി അക്കംപ്ലിഷ്ഡ്, അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണം? ഗ്രൂപ്പ് വർക്ക് മേ കണ്ടിന്യൂ വിത്ത് അനദർ ഫ്രഷ് പ്രോഗ്രാംസ്. അവർ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ, അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വേറൊരു പുത്തൻ പരിപാടികളുമായിട്ട് വീണ്ടും ഗ്രൂപ്പ് വർക്ക് മുന്നോട്ട് പോകണം അല്ലേ? ഇഫ് ദ ഗോൾസ് വർ ഫുൾഫിൽഡ്, അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദ ഗ്രൂപ്പ് മേ ഐദർ ഡിസോൾവ് ഓർ റീഫോം ടു വർക്ക് എ ന്യൂ ഡിസൈഡഡ് ഗോൾ അല്ലേ? അവർ കംപ്ലീറ്റ് ആയി, ബിയാസും കൂട്ടുകാർ എന്തായി? കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയി. സാറേ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമ്മളായിരിക്കും ആദ്യം സെമിനാർ അവതരിപ്പിക്കുക, അവരോട് നമുക്ക് സംസാരിക്കാനൊക്കെ സഭ ഉപയോഗിക്കാം. അപ്പോൾ അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഗ്രൂപ്പ് വർക്കർ പറഞ്ഞു ഇനി നമുക്ക് ഈ പരിപാടിയുടെ അവസാനിപ്പിക്കാമെന്ന് പറയുന്ന സമയത്താണ് ചില കുട്ടികൾ പറയുന്നത്, സാറേ നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ട് സാറിനോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സാറ് ചോദിച്ചാൽ എന്താണ്? നമുക്ക് ഈ എക്സാമിനേഷൻ്റെ സമയത്ത് ഈ ഭയങ്കര ഒരു പേടി വരുന്നുണ്ട്. പരീക്ഷാ സമയത്ത് നമുക്ക് ഭയങ്കര പഠിച്ചൊന്നും മറക്കുന്നില്ല, ഒരു പരീക്ഷാ പേടി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് പറഞ്ഞു, എന്നാൽ നമുക്ക് ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. എത്ര ആൾക്കാർക്ക് ഉണ്ട്? അപ്പോൾ അതിൽ 16 ആളുണ്ടായിരുന്നു അല്ലേ? അതിലൊരു 8 പേര് റെഡി. 8 പേർക്കാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ആ 8 പേരെയും ബാക്കി ഇതേ പ്രശ്നമുള്ള കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഒരു റീഫോം അല്ലേ, ഒരു റിഫോം, പുതിയ ഒരു രൂപീകരണ ഗ്രൂപ്പ്, വീണ്ടും ആ ഗ്രൂപ്പിനെ കൊണ്ട് തന്നെ പുതിയൊരു പരിപാടിയിലേക്ക് കടക്കുകയാണ് അല്ലേ? പിന്നെ അവർക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്താക്കുക? ഗ്രൂപ്പിനെ പിരിച്ചുവിടാം. അതാണ് ഞാൻ പറയുന്നത്. ഇതിനെ ഈ ലാസ്റ്റ് ഘട്ടത്തിന് പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ഒന്നുകിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പുതിയ പരിപാടികളായിട്ട് ഇതേ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുത്തൻ പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താക്കണം? ഒന്നുകിൽ വേറൊരു ലക്ഷ്യം അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു സഭാകമ്പം തീർന്നു, പരീക്ഷാ പേടി അല്ലേ, പുതിയ ഒരു ലക്ഷ്യം നിശ്ചയിച്ചിട്ട് ഗ്രൂപ്പിന് പുതിയ പരിപാടികളായിട്ട് ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളായിട്ട് പുനർരൂപീകരണ ഘട്ടം അല്ലേ, റീഫോമിംഗ് സ്റ്റേജ് എന്നിലേക്ക് പോകാം. അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഡിസോൾവിങ് നിലയാണ്, ടെർമിനേഷനായി അവരെന്താണ്? ഗ്രൂപ്പിനെ പിരിച്ചുവിടാം. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്, റീഫോമിംഗ് ഓർ ഡിസോൾവിങ് ഫേസ് എന്നുള്ളത്. അങ്ങനെ പ്രധാനമായിട്ടും 4 ഘട്ടമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് ഫോമിംഗ് ഫേസ്, സംഘരൂപീകരണ ഘട്ടം, അതിൽ സംഘങ്ങളെ രൂപീകരിച്ചു, പിന്നെ അവരുടെ പരസ്പരം പരിചയപ്പെടുത്തി ലക്ഷ്യങ്ങളൊക്കെ നിർവഹിച്ചു, ഗ്രൂപ്പ് വർക്കിന് ആവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. 2 മാനദണ്ഡ രൂപീകരണ ഘട്ടം, അതായത് നോമിംഗ് ഫേസ്. ഇതിൽ അംഗങ്ങളെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ആയി ഗ്രൂപ്പ് ലീഡേഴ്സിനെല്ലാക്കി അവരുടെ മറ്റ് ഉപലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചപ്പെടുത്തി, പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം തീർച്ചപ്പെടുത്തി. 3 പെർഫോമിംഗ് ഫേസ്, നേരത്തെ നിശ്ചയിച്ച പ്ലാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും അതിൽ ശരിയായ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഗ്രൂപ്പ് വർക്കർ പരമാവധി എല്ലാ മെമ്പേഴ്സിനെയും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 4 പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ പരിപാടികളായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പിരിച്ചുവിടുകയോ ചെയ്യുക. പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പുതിയ പരിപാടികളോ അല്ലേ, ആ പ്രശ്നത്തിനേക്കാണ് വീണ്ടും നല്ല പരിപാടികളായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പ്രോസസ് ഓഫ് ഗ്രൂപ്പ് വർക്ക്. ഈ ക്ലാസ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അത്ര വരെ അപ്പോഴത്തേക്കും ഈ ക്ലാസ് ഇവിടെ നിർത്താൻ പോവുകയാണ്. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ബൈ.